നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 5 സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് INL ഡെമോക്രാറ്റിക്. കണ്ണൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് പുറവൂരും പേരാവൂരിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് KV സലീമും മത്സരിക്കുമെന്നും നേതാക്കൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതിൽ കണ്ണൂരിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. നിങ്ങൾക്കെല്ലാം അറിയാം, കണ്ണൂർ ജില്ലയിലും കണ്ണൂർ മണ്ഡലത്തിലുമൊക്കെ തന്നെ മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനനായ അഷ്റഫ് പുറവൂർ സാഹിബാണ് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. നാഷണൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. INLൻ്റെ സംസ്ഥാന സെക്രട്ടറി മെമ്പറായിരുന്നു. ആ രീതിയിലൊക്കെ പ്രവർത്തിച്ച ശേഷം ആണ് ഞങ്ങൾ INL ഡെമോക്രാറ്റിക്കുമായി രംഗത്ത് വന്നത്. ആ INL ഡെമോക്രാറ്റിക്കുമായി രംഗത്ത് വന്നപ്പോൾ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകർ, പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ്, I. ജേക്കബ് എബ്രഹാമാണ്. പിന്നെ പേരാവൂരിൽ മത്സരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ KV സലീമാണ്. അദ്ദേഹത്തെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ്. ഹ്യൂമൻ റൈറ്റ്സ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഫോറത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ മത സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് KV സലീം. അദ്ദേഹമാണ് പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മെമ്പറും ഉജ്ജ്വല പ്രാസംഗികയും 14 ഭാഷകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ശ്രീമതി PT ഖദീജ ടീച്ചറാണ്. അതുപോലെ പറവൂരിൽ മത്സരിക്കുന്നത് സിനിമ സാംസ്കാരിക പ്രവർത്തകൻ ഷെരീഫ് മൈലാഞ്ചികരാണ്. അതുപോലെ തന്നെ 10 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് നാളെയോ മറ്റന്നാളോ കോഴിക്കോട് നടക്കുന്ന യോഗത്തിൽ വെച്ച് തീരുമാനമാകും. ആദ്യം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.